വന്ദനം. ഇന്നിവിടെ അവതരിപ്പിക്കുവാനുള്ള വിഷയം റോഡ് അപകടങ്ങൾ. റോഡ് അപകടങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് അപകടം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, അപകടം എന്നാൽ പ്രവചിക്കാനാവാതെ നമുക്ക് അനുഭവപ്പെടുന്ന മാരകമോ അല്ലാത്തതുമായ ഒരു വിഷയമാണ്. അത് ചിലപ്പോൾ നിസ്സാര പരിക്കുകളാവാം, അംഗവൈകല്യമോ മരണ കാരണമോ ആവാം. ഈ വിഷയത്തിന് അടുത്ത കാലത്ത് ഇത്രയും പ്രസക്തി വരാൻ കാരണം കേരളത്തിൽ റോഡ് അപകടങ്ങൾ സർവ്വസാധാരണമായി തീർന്നതിനാലാണ്. ഈ അടുത്ത കാലത്ത് നടന്ന സർവേയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന 50 ജില്ലകളിൽ 7 നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. എണ്ണമൊടുങ്ങാത്ത കാരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും അപകടങ്ങൾ പെരുകാൻ ഇടയാകുന്നത്. അതിൽ ചില പ്രധാന കാരണങ്ങൾ പറഞ്ഞുകൊള്ളു. റോഡുകൾ തന്നെയാണ് റോഡ് അപകടങ്ങൾക്ക് ഒരു പ്രധാന കാരണം. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം വളരെയധികം അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വാഹനങ്ങളുടെ വാഹൂല്യം അനുസരിച്ച് റോഡുകൾ വികസിക്കാതിരിക്കൽ, സിഗ്നലുകളും വഴിവിളക്കുകളും നന്നായി പ്രവർത്തിക്കാതിരിക്കൽ, കൂടാതെ ബോധവൽക്കരണത്തിന്റെ അഭാവം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും വാഹനം ഓടിക്കുക, അനുവദനീയമായി കൂടുതൽ ആളെ കയറ്റുക, മത്സരിച്ച് വാഹനം ഓടിക്കുക തുടങ്ങിയവ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. റോഡ് അപകടങ്ങൾ 100% നമുക്ക് തടയാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ അത് പരമാവധി കുറയ്ക്കേണ്ടതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എങ്ങനെ നമുക്കത് സാധിക്കാം? ഒന്നാമതായി, ചെറുപ്രായത്തിൽ തന്നെ റോഡ് സുരക്ഷയെക്കുറിച്ചും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുക. പാഠ്യ വിഷയത്തിൽ അതൊരു പ്രധാന വിഷയമായി ഉൾപ്പെടുത്തുകൂടി ചെയ്താൽ വളരെ നല്ലതായിരിക്കും. റോഡ് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക. മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതെയും അത് ലംഘിക്കുന്നവർ മാതൃകാപരമായി ശിക്ഷിക്കുക. രാഷ്ട്രീയ ഇടപെടലുകൾ അനുവദിക്കാതിരിക്കുക. റോഡുകൾ ആവശ്യത്തിന് വീതി കൂട്ടിയും കുളങ്ങളുടെ കുഴികൾ കാലവിളംബര മണ്ണി അടച്ചും റോഡുകൾക്ക് പുതിയ മുഖം നൽകുക. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ കുറഞ്ഞതായി വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അതിന്റെ സർവ്വപ്രശസ്തയും അർഹിക്കുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായ ഋഷിരാജ് സിംഗിനും അദ്ദേഹത്തോടൊപ്പം വളരെ കർമ്മനിരതയോടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥർക്കുമാണ്. ഒരു ചെറിയ പിഴമ്പോട്ട് പോലും നമ്മുടെ വിലപ്പെട്ട ജീവൻ എന്തിനു നഷ്ടപ്പെടുത്തണം? റോഡിലൂടെ കണ്ണുകൾ തുറന്ന് ചെവി ഓടിച്ചടക്കാം, ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കാം. അതല്ലേ അഭികാമ്യം? ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ കൂട്ടുകാരി, റോഡിലൂടെ നടക്കുമ്പോൾ വലതുവശം ഓരം ചേർന്ന് നടക്കണം. അതുപോലെ തന്നെ റോഡിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുവാനും അവരെ ആശുപത്രിയിൽ എത്തിക്കുവാനുമുള്ള ആർജവം നാം ഓരോരുത്തരും കാണും. ഞാൻ നിർത്തി. ജയ് ഹിന്ദ്.